വലിയൊരു കുടുംബം വേണമെന്നുള്ള ഒരാഗ്രഹം വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കാരണം കൂടുതൽ ആളുകൾ ഉള്ളതാണ് കൂടുതൽ സന്തോഷം എന്നൊരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അതേ ചിന്ത തന്നെയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ടിൻഡുവിനുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. ഇതൊരു ദൈവിക പദ്ധതിയാണെന്നുള്ളൊരു ചിന്തയിലേക്ക് ഞങ്ങൾ എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനോടൊരു തുറവി എപ്പോഴും കാണിച്ചിരുന്നു. ആ ഒരു കാര്യത്തിൻ്റെ അകത്തേക്ക് ഞങ്ങൾ മറ്റു കാര്യങ്ങളും പലരും പല കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ജീവിത സാഹചര്യമൊന്നും അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. എങ്കിൽ പോലും അതിന് കൂടുതൽ മക്കളുണ്ടാകുന്ന കാര്യത്തിന് ഇങ്ങനെയുള്ള ചിന്തകൾ തടസ്സമാവരുന്നൊരു ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിരുന്നു. ഞാനും കൂടുതൽ മക്കളെ സ്വീകരിക്കാൻ ഒരുങ്ങിയായിരുന്നു. കൂടുതൽ മക്കളുള്ളപ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷവും എല്ലാം ലഭിക്കുന്നത്. അതെല്ലാം ദൈവത്തോട് നമ്മൾ ഓരോ മക്കളെയും സ്വീകരിക്കുമ്പോഴും ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരുന്നത്. അതിൽ കൂടുതൽ സന്തോഷം ഞങ്ങൾക്ക് മക്കളെ കാണുമ്പോഴുള്ള സന്തോഷം നമുക്ക് വേറെ ഒരു കാര്യത്തിൽ നമുക്ക് കിട്ടാറില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് തന്നെ ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഒരു ചെടി നമ്മൾ കൂടുതൽ പരിപാലിക്കുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും പൂക്കളോ ഫലങ്ങളോ ഒക്കെ ഉള്ളപ്പോഴല്ലേ. എന്നെയും അങ്ങനെ കൂടുതൽ നന്നായി തമ്പുരാൻ പരിപാലിക്കാൻ സാധ്യത എന്നിൽ നിന്ന് കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ, കൂടുതലും മക്കളും അങ്ങനെ റിസൾട്ട് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോഴാണെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഞാനിത് പലപ്പോഴും ഞങ്ങൾ പറയുമായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നിരിക്കുന്നത് മക്കളെ സ്വീകരിക്കാൻ കൂടുതൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം അത് ഓരോ സമയത്തും ചിന്തിക്കുന്നുണ്ടായിരുന്നു. കാരണം ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടത്, ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ മക്കളുടെ പേരിലാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓരോ മക്കളെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ മക്കളെ സ്വീകരിച്ചതിന് കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് വന്നിട്ടുള്ളത്. പുറകോട്ടേക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ വിവാഹ ജീവിതത്തിന്റെ ഇത്രയും വർഷങ്ങളിൽ ഓരോ മക്കളും ഓരോ ആളുകളും കൂടുന്നതനുസരിച്ചിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ കാര്യങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാതെ മക്കളില്ലാതെ ഇത് ചെലവാക്കാനുള്ള ചെലവ് അഴിക്കാൻ വേണ്ടിയുള്ള മക്കളോ അങ്ങനെയുള്ള കാര്യങ്ങൾ, മക്കളില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമ്പത്ത് കൂട്ടുന്നതോ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ കൂട്ടുന്നതോ തിന്മയാണെന്നൊരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിനൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു തീരുമാനം എടുക്കും, അടുത്തൊരു കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങാം, അപ്പോൾ തമ്പുരാൻ കൂടുതൽ അനുഗ്രഹിക്കും. അപ്പോൾ ഞങ്ങളുടെ എന്തെങ്കിലും സ്ട്രഗിൾ, ഞങ്ങൾക്ക് കടബാധ്യതകൾ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കടബാധ്യതകൾ കൂടുതൽ മക്കളാവുന്നതനുസരിച്ച് കടബാധ്യതകൾ നീങ്ങിപ്പൊക്കേണ്ടായിരുന്നു. കൂടുതൽ അനുഗ്രഹങ്ങൾ, വീടിന്റെ കാര്യങ്ങൾ, ജോലിയുടെ കാര്യങ്ങൾ എല്ലാം അങ്ങനെ പുതുതായിട്ട് ആഡ് ചെയ്ത് വന്നത് മക്കളെ സ്വീകരിച്ചപ്പോൾ തന്നെയാണ്. ദൈവത്തിന്റെ ദാനമാണ് മക്കൾ എന്നൊരു ചിന്ത ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്താനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ നമുക്ക് തരും എന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളാകാം എന്നുള്ളതല്ല, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ സാഹചര്യമാകും എന്നുള്ള കുറച്ചൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ എന്ത് പ്രശ്നത്തിനും, അതുപോലെ തന്നെ ഞങ്ങളുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. കാരണം ഈ ഒരുപാട് ആളുകൾക്ക് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ ഭൗതിക സാഹചര്യങ്ങളെ കഴിഞ്ഞും കൂടുതലായിട്ട് അവർക്ക് ശാരീരികമായിട്ട് സാധ്യതകളില്ല. ഒരുപാട് പേർക്ക് കുഞ്ഞുങ്ങളില്ല, അല്ലെങ്കിൽ കൂടുതൽ എണ്ണം കുഞ്ഞുങ്ങൾ ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഞങ്ങളുടെ ഒരു വിളിയാണ് കൂടുതൽ മക്കളെ സ്വീകരിക്കുക എന്നുള്ളതെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലാസ്റ്റ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന സമയത്ത് മാത്രം ഒരു ചെറിയ മെഡിക്കൽ ഒരു ഗ്യാപ്പ് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം ഒഴികെ മറ്റുള്ള സമയങ്ങളിലെല്ലാം ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു തമ്പുരാന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും തമ്പുരാന്റെ ആ ഒരു ഓപ്പൺനെസ് എപ്പോഴും കർത്താവിനോട് കാണിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. കാരണം ഇത് എല്ലാം ശരിയാണെങ്കിൽ കുഞ്ഞുങ്ങളാകാം എന്നുള്ള ഒരു ചിന്ത ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. കുടുംബ പ്രാർത്ഥന ഞങ്ങൾ പരമാവധി നമ്മൾ 7 മണിക്ക് തന്നെയാണ് കുടുംബ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വരാനുള്ള സമയം പ്രശ്നമാണെങ്കിൽ പോലും എത്ര ലേറ്റ് ആയാൽ പോലും നമ്മൾ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടേ നമ്മൾ കിടക്കാറുള്ളൂ. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് പ്രാർത്ഥിക്കാറ്. എല്ലാവരും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും പാട്ട് പാടുകയും ബൈബിൾ വായിക്കുകയും എല്ലാത്തിനും ഓരോരുത്തർക്ക് ഓരോ ഭാഗങ്ങളും, ഒരു ദിവസം ഒരാളാണ് ബൈബിൾ വായിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം അടുത്തയാള്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ കുടുംബ പ്രാർത്ഥനയിൽ അങ്ങനെ മുടക്കം വരുത്താറില്ല.